കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വളരെ എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് അവരുടെ റിയാലിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് ആ സിറ്റുവേഷനുമായിട്ട് യോജിച്ച് ചേർന്ന് പോകേണ്ടി വരുന്നു. അതായത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ മൂവ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. കാരണം അവരായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ, മേ ബി അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഓപ്പോസിഷൻസ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനോട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്നും ഫോഴ്സ്ഫുള്ളി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളോട് അവർ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്തകളാണുള്ളത് എന്ന് കാണുന്നു. അവരുടെ മനസ്സിൽ എപ്പോഴും അവർ നിങ്ങളോടൊരു ജസ്റ്റിസ് അല്ല, നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകിയിട്ടില്ല എന്നുള്ള ചിന്തകളും ആ ഒരു ഇന്നർ വോയിസ് ഒക്കെയാണ് അവർ കേൾക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഒത്തിരി നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളിൽ പലരും ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ആക്ഷൻ എടുത്തിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടും ഈ വ്യക്തിയോട് നിങ്ങളായിട്ട് തന്നെ ഒത്തിരി തവണ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ, അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു രീതിയിൽ നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ബ്രേക്കപ്പ് പോലെയോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. യെസ്, അതായത് അവരെന്താണോ, അവരുടെ സ്നേഹം എന്താണോ എന്നുള്ളതൊന്നും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത്. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അതിതീവ്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് അത് എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, യെസ്, ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് അവരുടെ ലൈഫ് മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരത്രയും ഒരു വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം അവർക്ക് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അവർക്ക് ഫോഴ്സ്ഫുള്ളി നിൽക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതായത് ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാനോ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു നല്ല രീതിയിൽ പെരുമാറാനോ ഒന്നും അവർക്ക് കഴിയുന്നുണ്ടാവുന്നില്ല. ഓക്കെ, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് നിങ്ങളോട് പറയാനും കഴിയുന്നില്ല. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആൻഡ് അവർക്കറിയാം, അവരൊന്ന് ചിന്തിച്ചാൽ മാത്രം, അവര് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങളിൽ ലൈഫ് സ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് പോലും അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിലെന്ന് പോലും ഈ ഒരു നിമിഷം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്തിരുന്ന സമയമാണ് അവർ ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുഭവിച്ചിരുന്നത്. അത് അവർ ഓർക്കുന്ന ഒരു കാര്യമാണ്. അത്രയും സന്തോഷമായിട്ട്, അത്രയും ഫ്രീഡമായിട്ട് ലൈഫ് കൊണ്ടുപോയ നിമിഷങ്ങൾ ഓർത്തവരിപ്പോൾ ഒരുപാട് ആ നിമിഷങ്ങളെ അവർ മിസ് ചെയ്യാണ്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ ഈ നിമിഷം ആ വ്യക്തി ചിന്തിക്കുന്നത്, ആ വ്യക്തിക്ക് ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട് ഉണ്ടാവാം. എല്ലാവരുടെയും ഒരു അനുഗ്രഹത്തോടെ, അല്ലെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സോടും അനുഗ്രഹത്തോടു കൂടി ഈ റിലേഷൻഷിപ്പ് സക്സസ് ആക്കി കൊണ്ടുപോകണമെന്ന് ചിലപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം.
ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും അത്തരമൊരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും. ഓക്കെ. ആൻഡ് യെസ്, കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, കാസ്റ്റ് പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളൊക്കെ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ. അത്തരം തടസ്സങ്ങളുള്ള വ്യക്തികളും ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് അത്രയും ആ ഒരു ചിന്തകളെ അവർക്ക് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതായത് ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവരെന്താണോ ചിന്തിക്കുന്നത് അതിനെ അവർക്ക് പോസിബിൾ ആക്കാൻ കഴിയുന്നില്ല. അവരുടെ സാഹചര്യമാണ് ഇവിടെ കൂടുതലും നമുക്ക് വ്യക്തമാവുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു സൈലന്റ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് കാണുന്നത്. അതായത് രണ്ടുപേരും ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ഓക്കെ. രണ്ടു പേർക്കും ഈ ഒരു സമയത്ത് സെയിം ഫീലിങ്സ് ആണ്, പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കുന്നു നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഓക്കെ. കാരണം നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. പക്ഷെ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് ഉണ്ടാവാനായിട്ട്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും എല്ലാ വറീസും ഒക്കെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. നിങ്ങൾ അത്രയും അത്രയും നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ലൈഫിൽ. അത്രയും തീവ്രമായിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോവാണ്. പക്ഷെ ഓരോ നിമിഷവും അവർ അതിലൊരു പോസിബിലിറ്റീസ് ആണ് അവർ അന്വേഷിക്കുന്നത്. അത്രയും റിസ്ക് എടുക്കാൻ പോലും അവർ തയ്യാറാണ്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. മേ ബി ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ പോലും ഓരോ പോസിബിലിറ്റീസ്, അതായത് നിങ്ങളുടെ അരികിലേക്ക് വന്നെത്താനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു റീബർത്ത് ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. യെസ്. ഈവൻ ഒരു ചാൻസ് പോലും ഇല്ലാന്ന് നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എങ്കിലും ഈ വ്യക്തി ആ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.